ബിഗ് ബോസിൽ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിക്ക് സാധ്യതയുണ്ടോ? അതായത് ജിസേലിന് ആര്യനോട് എന്തൊക്കെയോ ഉണ്ട്, ആര്യന് അനുമോളോട് എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിൽ നമ്മളെ ഉള്ളിലേക്ക് അങ്ങനെ ഇട്ട് തരാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ ലൈവിൽ നിന്ന് ചെറിയൊരു പാട്ട് ഏഷ്യാനെറ്റ് ഒരു വീഡിയോ, ഒരു കട്ട് പാർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ റെനയും അനുമോളും തമ്മിൽ ഇന്നലെ ഒരു ലോങ് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അത് അവർ തമ്മിലുള്ള ഒരു ടാസ്കിന്റെ ബേസിസിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റ് എന്ന് പറയുന്നത് ഏജിന്റെയും റെസ്പെക്റ്റിന്റെയും ഒക്കെ ഒരു ബേസിസിലായിരുന്നു. അതിൽ റെനയാണ് നന്നായിട്ട് സംസാരിച്ചത്, നല്ല പോയിന്റ്സുകൾ പറഞ്ഞു. പക്ഷെ അനുമോൾക്ക് ഒട്ടും തന്നെ അത്തരത്തിൽ സംസാരിക്കാനുള്ള ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു കഴിവോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ റെന തന്നെയാണ് ജയിച്ചത്. അതിനുശേഷം ഈ റെനയും അനുമോളും കൂടെ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് കുറേ നേരം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ അനുമോള് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾക്ക് അത് സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഡോമിനേറ്റ് ചെയ്തിട്ടാണ് റെന നന്നായിട്ട് സംസാരിച്ചു. റെന പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് അവിടെ ഗുഡായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഏജ് എന്ന് പറയുന്ന ഒരു സംഭവം, ഈ പറയുന്ന റെസ്പെക്റ്റിനെ അത് ഇപ്പോഴും നൽകാൻ പറ്റില്ല. അത് ചില സിറ്റുവേഷൻ അനുസരിച്ചാണ്. പക്ഷേ ഇതിനു ശേഷം റെന ഈ അനുമോൾ അടുത്തുനിന്ന് ജിസേലിന്റെയും ആര്യന്റെ ഇടയിലേക്ക് പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ ചോദിക്കുന്നുണ്ട് എന്താ അവിടെ എന്നുള്ള രീതിയിൽ. അനുമോളടുത്താണല്ലോ വരുന്നത്, അനുമോളടുത്ത് പോയിട്ട് വന്നതാണ്. അപ്പോഴേക്കും റെന ആ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ ആ ടാസ്ക് നന്നായിട്ട് ചെയ്തതിൻ്റെ പേരിൽ ജിസേലും ആര്യനും റെനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്, നന്നായിട്ട് സംസാരിച്ചു. അപ്പോഴേക്കും ആര്യൻ പെട്ടെന്ന് അനുമോൾക്കൊരു കപ്പാസിറ്റി ഓഫ് ടോക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞു. പറഞ്ഞതൊരു എന്താ പറയുക, ആ ഒരു ടാസ്ക് നന്നായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യാൻ അനുമോൾക്കൊന്നും കഴിവില്ല എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ജിസേല് വഴക്കടിക്കാൻ നല്ല കപ്പാസിറ്റി ആണല്ലോ എന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആര്യൻ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു കാര്യം അങ്ങനെ ഡിബേറ്റ് ചെയ്ത് സംസാരിക്കാനൊന്നും ഉള്ള കഴിവില്ല. അനുമോൾ ഒരു പാവമാണ്, ഒരു ഭയങ്കര ഇന്നസെന്റ് എന്നുള്ള രീതിയിൽ അനുമോളെ കുറിച്ച് ആര്യൻ പറഞ്ഞു. ആര്യൻ പറഞ്ഞതിൻ്റെ കൂടെ റെനെ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് സത്യമാണ്. അനുമോൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ തൻ്റെടവോ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു കാര്യം പറയാനുള്ള ഒരു ഇതില്ല, വെറും പാവമാണ് എന്ന് എഗെയിൻ രണ്ടുപേരും അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പം ജിസേലിന് ഇത് കേട്ടപ്പോഴത്തേക്കും ആര്യൻ്റെ ആ ഒരു രീതിയിൽ അത് ആര്യനും റെനയും കൂടെ പ്ലാൻ ചെയ്ത് ജിസേലിനെ ഒന്ന് അസൂയ കയറ്റുന്നുണ്ട്, ഒന്ന് പിരിയേറ്റുന്നുണ്ട്. അപ്പോഴേക്കും ജിസേൽ അന്നേരം പറയുന്നുണ്ട് അനുമോളെയാണ് ആര്യൻ്റെ മനസ്സിൽ അനുമോളാണെന്നുള്ളൊരു രീതിയിൽ. മലയാളം കുറച്ച് ബുദ്ധിമുട്ടിയാണ് ജിസേൽ അത് പറഞ്ഞത്, പക്ഷേ എങ്കിലും ഇതായിരുന്നു പറഞ്ഞത്. അപ്പോഴത്തേക്കും ആര്യൻ അന്നേരം അതെ ഇവിടെ വന്നപ്പോൾ ആദ്യം അനുമോളായിരുന്നു എന്നിങ്ങനെ ആര്യൻ തമാശയ്ക്ക് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആര്യൻ അത് മാറ്റി പറയുന്നുണ്ട്, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആര്യനും റെനയും കൂടെ അവർ പിന്നെ പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ അനുമോൾ വെറും പാവമാണ്. അപ്പം വല്ലാത്തൊരു അവസ്ഥയിൽ വിഷമിച്ചുകൊണ്ട് ജിസേല് അനുമോളെ, ദൂരെ എവിടെയോ ഇരിക്കുന്ന അനുമോളെ ഇങ്ങനെ നോക്കിയിട്ട് മേ ബി പാവമൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അനുമോൾക്ക് ഇപ്പോൾ വയസ്സ് 30 ഉണ്ടല്ലോ. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അനുമോൾക്ക് ശരിക്കും 19 വയസ്സ് മതിയായിരുന്നു എന്നുള്ള. അത് 19 വയസ്സായിരുന്നു അനുമോൾക്ക് ആവേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ജിസേലും ഒക്കെ പറയുന്നുണ്ട് ആ മെച്യൂരിറ്റി, 19 വയസ്സിൻ്റെ ഒരു മെച്യൂരിറ്റി ഒക്കെ അനുമോൾക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം റെനയും ആര്യനും കൂടി മനഃപൂർവ്വമായിട്ട് ജിസേലിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അനുമോളിൻ്റെ ക്വാളിറ്റീസ് ആണ്. അതായത് അനുമോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് എല്ലാം പറയുന്നത്, വെറും പാവമാണ്. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അനുമോളാണ് ബെസ്റ്റ്, പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ അനുമോൾ മാത്രമാണ് ബെസ്റ്റ്, അക്കാര്യത്തിൽ ജിസേൽ ബെസ്റ്റ് അല്ലെന്ന് പറയുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും റെനയൊക്കെ പറയുന്നുണ്ട് ഫുഡൊക്കെ അടിപൊളിയാണ് അനുമോള് എന്ന് പറയുമ്പം ജിസേൽ പെട്ടെന്ന് ഞാൻ ഇതുവരെ കിച്ചണിൽ കയറി ഇങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നിങ്ങനെ ജിസേൽ പറയുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജിസേലിന് അനുമോളോട് നല്ല കുശുമ്പും അസൂയയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം അനുമോളുടെ അടുത്ത് പബ്ലിക്കായിട്ട് നിനക്ക് എന്നോട് അസൂയയാണ് എന്നൊക്കെ ജിസേൽ അനുമോളോട് പറഞ്ഞത്. പിന്നെ ഇത് പറഞ്ഞതിന് ശേഷം റെന പറയുന്നൊരു സംഭവമുണ്ട്, അനുമോളാണ് പാവം, ജിസേലിനെ വെച്ച് നോക്കുമ്പം അനുമോളാണ് പാവം. കാരണം ജിസേലിനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അനുമോൾക്ക് അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഒന്നുമില്ല, ഡൗൺ ടു എർത്ത് ആണ് എന്ന് റെന അത് സീരിയസ്ലി തന്നെ പറഞ്ഞതാണ്. അനുമോൾ എന്ന് പറഞ്ഞാൽ ഡൗൺ ടു എർത്ത് ആണ്, വെറും പാവമാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് അറിയാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും എന്തും പോയി പറയാം, എന്തും പക്ഷെ ജിസേൽ അങ്ങനെയല്ല, എല്ലാവരുടെ അടുത്തും ഒന്നും അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ജിസേലിന് നല്ല ട്രിഗർ ആവുന്നുണ്ട്. ജിസേൽ അന്നേരം ഒന്ന് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അയ്യോ ഇപ്പോൾ കരയും എന്ന്. അപ്പോൾ ജിസേൽ പെട്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ അതെനിക്ക് വിഷമമാകും,
ആര്യൻ അത് പറഞ്ഞാൽ അത് വിഷമമാകും എന്നാണ് ജിസേൽ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിലേക്കാണ് ഈ ഒരു സീൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും അനുമോൾ ആര്യൻ കോംബോ എനിക്ക് തോന്നുന്നില്ല അത് വർക്കൗട്ട് ആകും. മീൻസ് ഈ ഒരു സീസണിൽ ആ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കോണ്ടന്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ആര്യനില്ല. കാരണം ആര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സെൽഫായിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഒരു ഹീറോ ആയിട്ടാണ് ജിസേലും ആര്യനെ കുറിച്ച് കരുതുന്നത് അങ്ങനെയാണ്. പക്ഷെ പുറത്ത് നമുക്കല്ലേ അറിയത്തുള്ളൂ ആര്യന്റെ ക്വാളിറ്റീസ് എല്ലാം ഓരോ ഡേയിലും ആ ഗ്രാഫ് ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. വെറും ടാസ്കോളിയാണ് സത്യത്തിൽ ആര്യൻ എന്ന് പറയുന്നത്. മാത്രമല്ല ആര്യനെ ഇപ്പോൾ വന്നപ്പോൾ എല്ലാവരും കുറച്ച് ഹിന്ദി നടൻ എന്നൊക്കെ പറഞ്ഞു. ഈവൻ ലാലേട്ടൻ വരെ അങ്ങനെയാണ്, ഏതോ ഒരു ഹിന്ദി നടൻ എന്നൊക്കെയാണ് ആൾക്കാരെ വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റിയത് കൊണ്ട് ആര്യന്റെ മനസ്സിൽ ഇപ്പോഴും താൻ ഒരു ഹിന്ദി നടന്റെ ഒരു ലുക്കാണെന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് എനിക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്തത്. ഒരു +1 +2 ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ ബോയ്സും കുറച്ചൊരു യങ് ആ ഒരു ലുക്കൊക്കെ ഒന്ന് കുറച്ച് സ്റ്റൈലിഷ് ആക്കി വെക്കും. അങ്ങനെ സ്റ്റൈലായിട്ട് നടക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഇതിപ്പോൾ പ്രൊമോ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം, ഏഷ്യാനെറ്റിൽ തന്നെയുണ്ട്. അതുപോലെ നിങ്ങളുടെ കമന്റ്സ് എന്താണെങ്കിലും പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.